ഇതാ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സ്ഥലമാണ്. നമ്മളിതിലേക്ക് നടന്നിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം ഇരുന്ന വീടാണിത്. അത് ഇതല്ല ഹോൾസെയിൽ കട, അതിൻ്റെ അടുത്താണ് നമ്മൾ ആദ്യം ഇരുന്നത്. ബേക്കറികൾ, അവിടെ ഒരു ഫിഷ് കടയുണ്ട്, പിന്നെ ഒരു മൃഗാശുപത്രി, അങ്ങനെ കുറേ ഉണ്ട് സംഭവങ്ങളൊക്കെ. നമ്മളിതിലേക്ക് പണ്ട് നടന്നാൽ എത്രയൊന്നും കടകളും വീടുകളൊന്നുമില്ല. ഈ ഏരിയ എന്ന് പറയുന്നത് മുസ്ലിമിൻ്റെ ഏരിയ ആണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ചന്തപ്പര എന്നാണ്. കംപ്ലീറ്റ് മുസ്ലിമുകളാണ്. അപ്പോൾ മുസ്ലിമുകളാണെങ്കിലും വിറ്റിട്ടൊക്കെ ഇവിടെ നിന്നൊക്കെ പോയി. അപ്പോൾ നമ്മളൊരു പണി ചെയ്തിട്ടുണ്ട്, റേഷൻ അരി വാങ്ങണം. അപ്പോൾ റേഷൻ അരിൻ്റെ ചാക്കും റേഷൻ കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. റേഷൻ കാർഡ് പറയുന്ന വലുതൊന്നും അല്ലല്ലോ, മറ്റേ ഡിജിറ്റലിൻ്റെ ഇല്ലല്ലോ. അതൊക്കെ എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട്. അതാണ് റേഷൻ കാർഡ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്താറായി. അപ്പോൾ പെണ്ണിനെ ഒന്ന് കാണിച്ച് മരുന്ന് മേടിച്ച് വരുന്ന വരവ് അരിയും മേടിച്ചിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. മമ്മമുണ്ടേ അത് കാരണേ ഇവിടുന്ന് പുതിയ വീടുകളാണ് കണ്ട. ഒരുപാട് വീടുകളൊക്കെ വന്നിട്ടുണ്ട്. ചന്തപ്പുര പോയിട്ട് ഇപ്പോൾ പല ആൾക്കാരൊക്കെ കിഴക്കഞ്ചേരി അവിടെ നിന്നുള്ള വരുന്ന നമ്മൾ പിന്നെ ഹോസ്പിറ്റലിലെത്തി കേട്ടോ. അതിന് ഹോസ്പിറ്റലെത്തിയിട്ട് ഹോസ്പിറ്റൽ കാണിച്ചു തരാവേ. നമ്മളിത് ഹോസ്പിറ്റലിലെത്തി ഓട്ടോയിൽ വന്നായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇത്രയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെ, ചെറുതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇതാണ് ഹോസ്പിറ്റൽ. ഇതൊക്കെ പുതിയ ബിൽഡിങ്ങാണ്. കാരണം ഉണ്ടായിരുന്നു, ഈ ബിൽഡിങ്ങൊക്കെ നല്ലതായിരുന്നു. ഗവൺമെൻറ്റുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറേ കാശ് തട്ടിപ്പിടുന്നുണ്ടേ. അതിന് വേണ്ടിയിട്ട് നല്ല നല്ല ബിൽഡിങ്ങിനെയൊക്കെ തട്ടുക, വീണ്ടും സെയിം അതുപോലെ തന്നെ കിട്ടുക. അപ്പോഴല്ലേ കുറേ ഫണ്ട് എടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് കണ്ട ഹോസ്പിറ്റൽ. ഡോക്ടർമാർ ഇതാ ഈ റൂമിലൊക്കെയാണ്, 3 റൂം. പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ, മരുന്ന് അപ്പുറത്ത്, ഇഞ്ചക്ഷൻ അപ്പുറത്ത്, അങ്ങനെയൊക്കെ ഇതുണ്ട്. തിരക്ക് കാണാനില്ല, കുറവാണ് തിരക്ക്. ആദ്യ പോയിട്ട് ചീട്ടെടുക്കൂ. ഇത് ചീട്ടെടുക്കുന്നത് ഒരു മൈക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ പിന്നെ ഡോക്ടറിനെ കണ്ടു. ഇതാണ്ട് അവിടെ ഇളയമേണ് കാണിച്ചത് കേട്ടോ, നമ്മുടെ അനിയത്തി. അപ്പം നമ്മളിതാ മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാ മരുന്ന് മേടിക്കാൻ പോകണം. ഇവിടെയാണ് പഴയ ഡോക്ടറിൻ്റെ റൂമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറി തോന്നുന്നത്. ഇതൊക്കെ അഡ്മിറ്റും മരുന്ന് മേടിക്കാൻ പോകണം. ഇഞ്ചക്ഷൻ റൂമാണ് ഇവിടെ. ഇത് ഇഞ്ചക്ഷൻ റൂം ഉണ്ട്. ചെറുതിനെ കൈ പിടിച്ച് വലിച്ചിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ മരുന്ന് മേടിക്കാൻ പോകണം. മരുന്ന് മേടിക്കുന്ന അവിടെ തിരക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കുറേ പഠിക്കുന്ന കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ ആദ്യമായിട്ടാണ്, നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ, പഠിക്കുന്ന കുട്ടികളോട് വരുന്നതേ. അതായത് ആദ്യമായിട്ടാണ് ഉണ്ട്. ഇത് മരുന്ന് മേടിക്കുന്ന സ്ഥലം. തിരക്ക് കാണാനല്ല, 2-3 ആൾക്കാരേ ഉള്ളൂ. കണ്ട കുറേ കാശ് ചിലവാക്കിയിട്ട് കുറേ ആർക്കും വേണ്ടാത്ത ബിൽഡിങ് കെട്ടിയിടാം. കുറ്റം പറയണമല്ല കേട്ടോ. അത് ചെയ്യുമ്പോൾ തന്നെ ചന്തത്തിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് കുറേ കാലം ഉപയോഗിക്കാം. ഇത് കുറച്ച് നാൾ ഉപയോഗിക്കും, അത് പൊരിയാനും പൊട്ടാനും തുടങ്ങും, വീണ്ടും തള്ളിയിടും, വീണ്ടും കുറേ ഫണ്ട് എഴുതിയെടുക്കും, വീണ്ടും കിട്ടും. ഇതാണ് ഗവൺമെൻറ്റുകാരൻ്റെത്. 1 കോടിക്ക് ബില്ല് എഴുതും. ചിലവാക്കുന്നത് 50 ലക്ഷം കഷ്ടി ചിലവാക്കിയ ആയി. കുറ്റം പറയല്ല, ഉള്ളത് പറയണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നികുതി, വെള്ളം, കറണ്ട് ബില്ല് അതൊക്കെ വെച്ചിട്ടാണല്ലോ ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും നമുക്ക് അവകാശമുണ്ടല്ലോ പറയാനായിട്ട്. അത് പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ റേഷൻ മേടിച്ച് വെച്ചു. അരി വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട്. 12 കിലോ അരി, 4-3 12, 3 കിലോ ആട്ട, അതിന് 30 രൂപ. പിന്നെ മണ്ണെണ്ണ നമുക്ക് 3 മാസത്തിൽ ഒരിക്കൽ 1/2 ലിറ്റർ എണ്ണ. അടുപ്പിലും കൂടി ഒഴിച്ച് കത്തിക്കാൻ തികയില്ല. 1/2 ലിറ്റർ എണ്ണ 3 മാസത്തിന്. കറണ്ടൊന്ന് പോയി കഴിഞ്ഞാൽ കത്തിക്കാൻ പോലും മണ്ണെണ്ണ കിട്ടാൻ താപ്പില്ല. കണ്ട, ഇത് മുസ്ലിം പള്ളിയാണേ. എന്താ റേഷൻ കട അതാണ്. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ. ഒന്ന് ആലോചിച്ചത്. പുതിയൊരു ഹോട്ടൽ വന്നിരിക്കുന്നുണ്ട്.
തനി നാടൻ കുറേ തട്ടുകടകളും അതും ഇതും ഒക്കെ വന്നിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങൾ. ഇത് നിൽക്കണേണ്ട പ്രാന്തിക്കുട്ടിയായിട്ട്. ഞങ്ങൾക്ക് വരുമ്പോൾ ഒരു ഓട്ടോ കിട്ടി. നമ്മളിതാ വീട്ടിലെത്തി. മരത്തിലൊക്കെ കണ്ട തുളിരിട്ടിരിക്കുന്നത്. ഓ എന്താ ഇല കംപ്ലീറ്റ് പോയി തുളിരിട്ടു. ഇനി അതിൻ്റെ കൂടെ ആലിപ്പഴവും. ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണും, തിന്നാനും പറ്റൂല. കാലത്തന്നൊക്കെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ അങ്ങോട്ട് അലക്കി. ഇതാ അവർ വന്നതും മരുന്ന് കൊടുത്തിട്ടില്ല. മരുന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. 3 തരം മരുന്നും മൂക്കിൽ ഒറ്റിക്കണ ഒരു തുള്ളി മരുന്നും തന്നു. ഇതാ വന്നിട്ട് മുരുക്കൊക്കെ തിന്നണം ഇരുന്നിട്ട്. കവറോടെ കൂടി എടുത്തിട്ടുണ്ട്. കണ്ട ഡ്രസ്സ് പോലും മാറ്റിയില്ല. പിന്നെ വേറെന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ ഫസ്റ്റായിട്ട് അറിയിക്കേണ്ടത് കമൻറ്റ് എഴുതി അറിയിക്കണം. അപ്പോഴേ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇനി എങ്ങനെ നന്നാക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത് അറിയത്തുള്ളൂ. നമ്മൾ ഇപ്പോൾ അത് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ബ്രാഹ്മിൻസിൻ്റെ വീട്ടിലായിരിക്കണമെന്ന്, ഒരു പൂന്തോട്ടങ്ങളൊക്കെ. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് എഴുതി അറിയിക്കണം. മെയിനായിട്ടുള്ള കാര്യം എനിക്കതാണ് അറിയേണ്ടത്. മെയിനായിട്ട് എഴുതി അറിയിക്കണം. പിന്നെന്താണ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. ഇതിപ്പോൾ ഇന്നലെ വേറൊരു യൂട്യൂബറിനെ കണ്ടപ്പോഴാണ് നമുക്കതിൻ്റെ കാര്യഗൗരവങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും എല്ലാം ചെയ്യണം. പിന്നെ അപ്പോൾ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരിത് കിട്ടുള്ളൂ. ഇതിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയത്തില്ല. എല്ലാം മകളാണ് ചെയ്യണത്. അങ്ങനെ പോകുന്നു. പിന്നെ ഇതാ മാവിലൊക്കെ പൂട്ട് തുടങ്ങി. ഇപ്പോൾ പൂട്ടല്ലല്ലോ, വിഷുവിന് നമുക്ക് വിഷുക്കണി വയ്ക്കുമ്പോൾ മാങ്ങയൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ, മാങ്ങാപ്പഴമൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള സ്വരുക്കൂട്ടലാണ് മാവൊക്കെ. കണ്ട, ഇതൊക്കെ ഇവരുടെ പറമ്പ് തന്നെയാണ്. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ ഓക്കെ.